നമസ്കാരം, സുഖസാറാണ്. നമ്മളെ +1കാർക്ക് വേണ്ടിയുള്ള ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ക്ലാസ് ആണ്. നമ്മളെ ആദ്യത്തെ ക്ലാസ് ആണ്. ഇതേപോലെ ഇനി നമ്മൾ ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ മാക്സിമം നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക, പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ട നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ള എല്ലാ ചാപ്റ്റേഴ്സിലെയും ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത്, ഏത് ഓർഡറിലാണ് നമ്മൾ പഠിക്കേണ്ടത്, ഏത് ചാപ്റ്ററാണ് ആദ്യം പഠിക്കേണ്ടത്, ഓരോ ചാപ്റ്ററിലെയും ഏത് ടോപ്പിക്കാണ് ആദ്യം പഠിക്കേണ്ടത്, എല്ലാ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നുള്ള ക്ലാസ് ആണ്. അതുകൂടാതെ എല്ലാ ചാപ്റ്റേഴ്സിന്റെ നോട്ട്സ്, പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളും തന്ന് റിവിഷൻ ക്ലാസ്സസും തന്നുള്ള ക്ലാസ് ആണ്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ആകെ ഇത്രമേ ഉള്ളൂ നമ്മുടെ ടോട്ടൽ, ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാ വർഷങ്ങളും നമ്മൾ ഒത്തിരി കുട്ടികൾക്ക് ഇതേപോലെയുള്ള ക്ലാസ്സുകൾ കൊടുത്ത് അവർ പോലും പ്രതീക്ഷിക്കാതെ നല്ല മാർക്ക് നിങ്ങൾ കിട്ടുന്ന രീതിക്കുള്ള കാര്യങ്ങളാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരാൾക്കും പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് ഏറ്റവും ഉയർന്ന മാർക്ക് കിട്ടുന്ന രീതിക്കുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കയറാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ 2x - 3y = 1. ഈ ലൈനിന്റെ സ്ലോപ്പിനെ കണ്ടുപിടിക്കുക. നമുക്കൊരു ലൈനിന്റെ സ്ലോപ്പിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 രീതിയിൽ കൂടെ കണ്ടുപിടിക്കാനുണ്ട്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ആംഗിളിനെ തന്നിട്ട് സ്ലോപ്പിനെ കണ്ടുപിടിക്കാൻ. രണ്ടാമത്തെ 2 പോയിന്റുകളെ തന്നാൽ സ്ലോപ്പിനെ കണ്ടുപിടിക്കാം. y2 - y1 x2 - x1. ആംഗിളിനെ തന്നാൽ സ്ലോപ്പിനെ കണ്ടുപിടിക്കുന്നത് ടാൻ അപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ 45 ഡിഗ്രി ആണെങ്കിൽ ടാൻ 45. ഇവിടെ അതല്ല, ഒരു ലൈനിന്റെ ഇക്വേഷനെ തന്നിട്ട് സ്ലോപ്പിനെ കണ്ടുപിടിക്കാനാണ്. ഒരു ലൈനിന്റെ ഇക്വേഷനെ തന്നിട്ട് സ്ലോപ്പിനെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മുടെ സ്ലോപ്പിന്റെ ഫോർമുല എല്ലാവരും പഠിച്ചിരിക്കുക. മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് x ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് y എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെയുള്ള നമ്പറിനെ മണ്ടയ്ക്ക് എഴുതുക, വൈയുടെ കൂടെയുള്ള നമ്പറിനെ പിടിച്ച് താഴെ എഴുതുക, ഒരു നെഗറ്റീവ് അങ്ങ് തുടങ്ങിയേക്കാണ് കേട്ടോ. അപ്പൊ മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് x ബൈ കോഎഫിഷ്യന്റ് ഓഫ് y. ഓക്കെ, അപ്പൊ മൈനസ് അങ്ങോട്ട് ഇടാം, കിട്ടും. എക്സിന്റെ കൂടെയുള്ള നമ്പറിനെ നോക്കി 2 മണ്ടയ്ക്ക് എഴുതി. കോഎഫിഷ്യന്റ് ഓഫ് y, വൈയുടെ കോഎഫിഷ്യന്റ് -3 താഴെ എഴുതി. 2 മൈനസ് പ്ലസ് ആയി 2/3 ആൻസർ എത്രയേ ഉള്ളൂ. അപ്പോൾ ആൻസർ എത്ര? 2/3. അപ്പൊ ഇതാണ് ഒരു ലൈനിന്റെ സ്ലോപ്പിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോമിലോ ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള വളരെ ഈസി മെത്തേഡ്. നെക്സ്റ്റ് എന്താണ്? നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 2x - 1 ഹോൾ റൈസ് ടു n. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ എത്ര ടേംസ് കാണും? നമുക്കറിയാം a+b ദ ഹോൾ സ്ക്വയർ, a+b ദ ഹോൾ ക്യൂബ് ഒക്കെ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിന് a+b ദ ഹോൾ സ്ക്വയർ ആകുമ്പോൾ എത്ര? a² + 2ab + b². അപ്പൊ സ്ക്വയർ വരുമ്പോൾ നമുക്ക് 3 ടേംസ് ആണ് ഉണ്ടായിരുന്നത് അല്ലേ? സ്ക്വയർ വന്നാൽ നമ്പർ ഓഫ് ടൈംസ് 3, ക്യൂബ് വന്നാൽ നമുക്ക് നമ്പർ ഓഫ് ടൈംസ് 4 എന്ന് പറഞ്ഞാൽ പവർ +1. അതാണ് നമ്പർ ഓഫ് ടൈംസിന്റെ ഫോർമുല. അപ്പൊ ഇവിടുത്തെ പവർ 2n മോനെ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടൈംസ് എന്ന് പറഞ്ഞാൽ 2n യുടെ 1 കൂട്ടണം, ദാറ്റ് ഈസ് 2n + 1. അതാണ് നമ്പർ ഓഫ് ടൈംസ്. അപ്പൊ നമ്പർ ഓഫ് ടൈംസ് ഈസ് ഈക്വൽ ടു 2n + 1. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എപ്പോഴും എക്സാമിൽ ചോദിക്കുന്ന 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ഫൈൻഡ് sin 15 × cos 15. നമ്മൾ sin 15 കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ? sin 15 നമ്മൾ sin of 45 - 13 cos 15 അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാനല്ല ഈ പ്രോബ്ലം ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്താൽ കുറേ ടൈം പിടിക്കും, അതിനുള്ള മാർഗമൊന്നും ഇതിനില്ല താനും. അപ്പൊ നമ്മുടെ വേറൊരു വഴി ഇതിനകത്തുള്ളത് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഈ പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ നമുക്ക് ഒത്തിരി ദൂരത്തൂടെ സഞ്ചരിച്ച് അവിടെ എത്തുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ കാര്യങ്ങളൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞാൽ ടൈം കഴിയും. അപ്പൊ ഇതിനെ ചെയ്യുന്ന രീതി ശ്രദ്ധിക്കുക. അതിനുവേണ്ടി ഞാൻ ചെറിയൊരു റിസൾട്ട് എന്ന് പറയാൻ പോവാണ്. 2 sin x × cos x. ഇത് കേട്ടുണ്ട്? 2 sin x cos x. നമ്മുടെ റിസൾട്ട് ആണ് sin 2x ആണ് കേട്ടോ. sin 2x എന്ന് പറഞ്ഞാൽ 2ന്റെ കൂടെ ഒരു സൈനും ഉണ്ട്, കോസും ഉണ്ടാവണം. 2ന്റെ കൂടെ സൈനും ഉണ്ടാവണം, കോസും ഉണ്ടാവണം. 2 sin x cos x ക്യാൻ ബി റിട്ടൺ sin 2 times. അതാണ് ആ ലോജിക്കാണ് കിട്ടേണ്ടത്. ഇവിടെ x, ഇവിടെയും x ഉണ്ടോ? ആ 2ന്റെ കൂടെ sin x ഉം cos x ഉം വന്നാൽ സൈനുള്ളിൽ എത്ര? ഈ 2 എക്സുകളുടെ ഡബിൾ എത്ര? 2x. ഈ എക്സുകളുടെ ഡബിൾ. ഓക്കെ, അതാണ് ഇതിന്റെ ലോജിക്. ഇവിടെ നമുക്ക് നോക്കിക്കേ, sin 15 × cos 15 ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് അങ്ങോട്ട് എടുത്ത് എഴുതാം. sin 15 × cos 15. ഞാൻ പറഞ്ഞു ഇവിടെ കണ്ട, ഇപ്പൊ ഈ എക്സുകളുടെ പ്ലേസിൽ 15 ഉണ്ടോ? sin 15 × cos 15. പക്ഷെ 2 വേണം. sin 2x എന്ന റൈറ്റ് സൈഡ് എഴുതെങ്കിൽ ലെഫ്റ്റ് സൈഡ് 2 തുടങ്ങണം. 2 ഉണ്ടോ ഇവിടെ? ഇല്ല, കൊടുക്കണം. നമ്മുടെ മാത്സുകാരാ എന്ത് കാര്യങ്ങൾ ഇല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതാണ് മാത്സിന്റെ ബലം. ഇല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് കളയും. പല ഓപ്പറേഷൻസ് മാത്സ്. നമുക്ക് എന്ത് കാര്യവും ചെയ്യാനുള്ളൊരു കഴിവാണ് മാത്സിൽ കൂടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 2 വേണം. കൊടുക്കാതെ ഇങ്ങനെ 2 sin 15
cos 15 വേണം, 2 വേണമായിരുന്നു, കൊടുത്തു. ബാലൻസ് ചെയ്യാൻ പുറത്തോട്ടൊരു 1/2 കൊടുത്താൽ മതി, വ്യത്യാസമൊന്നുമില്ല. ഒരു 1/2 എഴുതുക, 2 എഴുതുക, പഴയ പോലെ തന്നെ 2 2 ക്യാൻസൽ ആക്കിയാൽ പഴയ. അപ്പൊ നമുക്ക് വേണ്ട 2നെ കൊടുക്കാൻ പുറത്തൊരു 1/2 കൊടുത്തു എന്നർത്ഥം. ഇപ്പൊ നിങ്ങൾ ഇത്രയും ടൈമിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഇത്രയുമിനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതേപോലെ കണ്ടോ, 2 sin x cos x, 2 sin x cos x. അപ്പൊ ഇവിടുത്തെ 15 എന്ന് പറഞ്ഞാൽ അവിടുത്തെ എക്സുകൾക്ക് തുല്യമാണ്. ഓക്കെ, അപ്പൊ 1/2 കഴിഞ്ഞിട്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ, 1/2 കഴിഞ്ഞിട്ട് ഈ ഫോർമാറ്റ് അല്ലെ. അപ്പൊ അതിനെ sin 2 ടൈംസ് ആണ്, ദാറ്റ് ഈസ് sin 2 ടൈംസ് 2 into 15 എന്ന് എഴുതാം. 2 into x ഉണ്ട്, ഈ 2x, ഈ എക്സുകളുടെ സ്ഥാനത്ത് 15. അപ്പൊ 2x എന്നുള്ള എത്രയുടെ മാറും, 2 into 15. ആൻസർ ഈസ് ഈക്വൽ ടു 1/2 into സൈൻ എത്ര എന്നായി, 15 into 2 30. സൈൻ 30 is 1/2. അപ്പൊ ആൻസർ വരുമ്പോൾ ഈ 1/2 എഴുതുക, സൈൻ 30യുടെ 1/2 എഴുതുമ്പോൾ 2 1/2 1/4 ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്ത് സിമ്പിൾ ആയിട്ട് തീർന്നു. ഇതാ ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. അല്ല സൈൻ 15ന്റെയും കോസ് 15ന്റെയും ഒക്കെ വാല്യൂ കൊടുത്ത് ചെയ്യുവാണെങ്കിൽ നേരം വെളുക്കും എന്ന് പറഞ്ഞാൽ ചെയ്ത് തീരില്ല ഉടനെ. അടുത്ത ദിവസം നോക്കി, റൈറ്റ് 3x plus 4y minus 2 equals 0 in slope intercept form. What is meant by slope intercept form? എന്തായിരുന്നു സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ y is equal to mx plus c. ഇതാണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. ഇത് y ഇന്റർസെപ്റ്റ് ആണ് കേട്ടോ. നമുക്ക് 2 ഇന്റർസെപ്റ്റ് ഉണ്ട്, x ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും ഉണ്ട്. ഇവിടെ c യുടെ സ്ഥാനത്ത് വരുന്നത് y ഇന്റർസെപ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. ഈ ഇക്വേഷനെ ഇതേപോലെ ആക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ആക്കിയേക്കാം, നോക്കിക്കോ. അപ്പൊ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക, 3x plus 4y minus 2 is equal to 0. നമുക്കപ്പോ y ഈക്വൽ ടു എന്നാണെങ്കിൽ y മാത്രമല്ലേ ഇടത് സൈഡിലുള്ളൂ, ആക്കണം. y അവിടെ ഇടണം. നീ എവിടെ നിൽക്കുക, ഞങ്ങൾ അങ്ങോട്ട് പോവാ, എക്സിനും കോഡ്സിനും അപ്പുറത്തോട്ട് പോകാൻ പോണേ. അപ്പൊ ഈ y മാത്രം ഞാൻ ലെഫ്റ്റ് സൈഡ് എഴുതി 4y ഈക്വൽ ഇട്ടു കേട്ടോ. അപ്പൊ ഇയാളും ഇവിടെ വരണം, ഇയാളും ഇവിടെ വരണം, രണ്ടുപേരും ഈ പാലം കടന്ന് അപ്പുറത്ത് പോകാൻ പോവാണ്. ഈ പാലം കിടക്കുമ്പോൾ +3x അപ്പുറത്ത് ചെല്ലുമ്പോൾ -3x ആവും, -2 അപ്പുറത്ത് ചെല്ലുമ്പോൾ എന്തായി മോനെ +2. ആർക്കും മനസ്സിലാവും എന്താ ചെയ്തതെന്നുള്ള അല്ലേ. നമുക്കിപ്പോ 4y നമുക്ക് വെറും y മേനെ, 4y ഒന്നും നമുക്ക് വേണ്ട, നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ അല്ല. 4y ഒന്നും നമുക്ക് വേണ്ട. അപ്പൊ ഡിവൈഡിങ് ബൈ എത്ര മോനെ 4. നമുക്ക് 4y ഉണ്ടെങ്കിൽ ഒരു y കണ്ടുപിടിക്കാൻ 4 കൊണ്ട് ഡിവൈഡ്. ഇപ്പൊ 4 പഫ്സിന്റെ വില തന്നു, എടാ ഒരു പഫ്സിന്റെ വില എത്ര ആടാ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 4y വിലയിൽ നിന്ന് ഒരു y ആക്കാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു 4y 4 കൊണ്ട് ഡിവൈഡ് y. അപ്പൊ ഇവിടെ വരുമ്പോൾ -3x/4 പ്ലസ് ആരാമോനെ 2/4. ഓക്കെ, 2/4 വേണം കട്ട് ചെയ്ത് 1/2 ആക്കാം. നമുക്ക് അതിന്റെ ആവശ്യം വേണം എഴുതിയേക്കാം. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു -3x/4 പ്ലസ് 1/2. ഇതാണ് അവർ ഉദ്ദേശിക്കുന്ന സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. അത്രേ ഉള്ളൂ കണ്ടോ. y ഈസ് ഈക്വൽ ടു mx plus c. അപ്പൊ ഇവിടുത്തെ സ്ലോപ്പ് ഒരാൾ ചോദിക്കുക, വാട്ട് ഈസ് സ്ലോപ്പ്? -3/4. എക്സിന്റെ കൂടെ ഉള്ളതാരാ, -3/4. ഇനി ഇതാന്ന് പറഞ്ഞാൽ നമ്മുടെ y ഇന്റർസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതും ഓക്കെ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഫോർമാറ്റിലെ പോലെ ആക്കിയിട്ടുണ്ട്. ഇതാണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. നെക്സ്റ്റ് എന്താ പറയുക, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് 3x - 4y + 6 = 0, 3x - 4y + 2 = 0. ഓ, ഇത്രയും വായിക്കുമ്പോ ഇത്രയും കണ്ടോ അവനെ, രണ്ടിടത്തും ഉണ്ട്. അപ്പൊ ഈ രണ്ട് ലൈൻസുകൾ എന്താ ലൈൻസുകളാമനെ, പാരലൽ ലൈൻസുകളാമനെ. ഒരേപോലെ ഇങ്ങനെ ഒരേ ഡിസ്റ്റൻസിൽ ഇങ്ങനെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന രണ്ട് പാരലൽ ലൈൻസ് ആണ്. ഇവയ്ക്കിടയിലുള്ള അകലം അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഫോർമുല നോക്കണം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് എന്നുള്ള C1 - C2 by root of a squared plus b square. This is a formula for finding the distance between two parallel lines. C1 - C2 by root a square plus b square. Okay, അപ്പൊ ഇവിടെ C1 വേണം, C2 വേണം, A വേണം, B വേണം, എല്ലാം ഉണ്ട് ഇവിടെ, എല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ എയും ബിയും ഒക്കെ, അത് C1 C2 എന്ന് പറയുന്നത്, ഈ C എന്ന് പറയുമ്പോഴേ കോൺസ്റ്റന്റ് എന്നുള്ളതുകൊണ്ട് കേട്ടോ. ഇതുണ്ടവനെ, ഇതാ നമ്മുടെ C1, ഇതാ നമ്മുടെ C2. ഓക്കെ, C1 C2 അപ്പൊ എന്ത് എളുപ്പം കിട്ടി അല്ലയോ. എ മോനെ ഇതാണ് നമ്മുടെ A, ഇതാണ് നമ്മുടെ B. അപ്പൊ ഇവിടെ എയും ബി ഉണ്ട്, അത് തന്നെയാ കണ്ടോ, രണ്ട് സെയിമേ വരത്തുള്ളൂ. കണ്ടോ, 3 4 3 4, മൈനസ് ഉണ്ട് പ്ലസ് ഉണ്ട് കറക്റ്റ് ആയിട്ട് പോകത്തുള്ളൂ. എക്സിന്റെയും വൈയുടെയും കൂടുള്ള നമ്പേഴ്സ് രണ്ടിടത്തും സെയിം ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇതിപ്പോ സെയിം ആയിട്ടുള്ള കണ്ടോ, 3x -4y -4y, കോൺസ്റ്റൻസുകൾക്ക് വ്യത്യാസം ഉണ്ടാവുള്ളൂ. അന്നേരം നമുക്കിത് പാരലൈൻസ് ആണെന്ന് മനസ്സിലാവും. അപ്പൊ ഇത് നോക്കി, ഇതൊന്ന് മാറി പ്ലസ് ആയി കഴിഞ്ഞാൽ പിന്നെ പാരലൈൻസ് അല്ല കേട്ടോ, രണ്ടും ഒരേപോലെ പറയണം. 3x -4y 3x -4y. ഓക്കെ, അപ്പൊ C1 - C2 എന്ന് പറയുമ്പോൾ ഇങ്ങനെ C1 - C2, ഇവിടെ C1 ആരാ നോക്കിക്കേ, എവിടെയാണ് C1, എത്ര മനെ 6 -2 ബൈ റൂട്ടിനുള്ളിൽ 3²
പ്ലസ് ഇടണേ -4 the whole square, that is 4 by root of 9 plus 16 root of 4 by 25. Answer is 4 by 5. കഴിഞ്ഞു. ഇതാണ് ഈ രണ്ട് ലൈൻസുകൾക്ക് ഇടയ്ക്കുള്ള ദൂരം, ഡിസ്റ്റൻസ്. അതാണ് ഈ ഡിസ്റ്റൻസ് കേട്ടല്ലോ. ഈ ഡിസ്റ്റൻസ് എത്ര ഉണ്ടെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇപ്പോൾ 5 ചോദ്യങ്ങളുണ്ട്. അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ട മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സോട് മറക്കാതെ ഷെയർ ചെയ്യുക. ഇതേപോലെ ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ് ടു യുവർ പബ്ലിക് എക്സാം. പിന്നെ ഞാൻ പറഞ്ഞു ഫുൾ ക്ലാസ്സും ഫുൾ കാര്യങ്ങളും ഫുൾ മാർക്കിന് വേണ്ടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഗുഡ് ബൈ.